എങ്ങനെയാണ് ഈ CCTV ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായത്? പോലീസിനെന്താ സാമാന്യ ബോധമില്ലേ? ഒരു ബസ്സിനകത്ത് അവിടെ CCTV ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നിരിക്കെ ഇത് കസ്റ്റഡിയിൽ എടുക്കേണ്ടതും ഇത് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടുന്നതും പോലീസിന്റെ ഉത്തരവാദിത്വമല്ലേ? ഇത് സീൻ ഓഫ് ക്രൈം അല്ലേ? ചേഷ്ട കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ബസ്സിനകത്തിരുന്നല്ലേ ഡ്രൈവർ കാണിച്ചത്? മെമ്മറി കാർഡിലെ കൊണ്ടുപോയുള്ളൂ, ബസ് കത്തിച്ചില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. സാധാരണ സഹാക്കന്മാര് തെളിവ് നശിപ്പിക്കാനായി ബസ് കത്തിക്കല്, അതിനെ മുക്കൽ, ഇതൊക്കെയാണ് പതിവ്. ഇവിടെ KSRTC ബസ്സെങ്കിലും യദുവിൻ തടഞ്ഞു നിർത്തി മേയറമ്മ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ പുറത്തു വരാതിരിക്കാനുള്ള മെമ്മറി കാർഡിലേ കൊണ്ടുപോയുള്ളൂ. ആ ബസ് കത്തിക്കാതിരുന്നത് തന്നെ ഭാഗ്യം. അഡ്വക്കേറ്റ് അഭിലാഷ് പറയുന്ന വാക്കുകൾ സത്യസന്ധമായി പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേൾക്കണം. ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയിട്ടും ഇവിടെ തലസ്ഥാനത്തിൻ്റെ മാതാവായ മേയറും ജനപ്രതിനിധിയായ MLAയും ഒരു കൂസലുമില്ലാതെ വിലാസി നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. സഹാവായതുകൊണ്ട് സഹാത്തി ആയതുകൊണ്ടും എന്ത് തോന്നിവാസവും കാണിക്കാം. എന്തായാലും അഡ്വക്കേറ്റ് അഭിലാഷിന്റെ വാക്കുകളിലേക്ക്. മെമ്മറി കാർഡല്ലേ മോഷണം പോയുള്ളൂ ശ്രീവിനു, ബസ് തന്നെ കത്തിച്ചില്ലല്ലോ. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു അവസ്ഥാവിശേഷമാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു കുറ്റാരോപണം വന്നു കഴിഞ്ഞാൽ അവിടെ ഫെയർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുക. ആർട്ടിക്കിൾ 14 എല്ലാവർക്കും സമത്വം നിയമത്തിന്റെ മുൻപിൽ വിഭാവനം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ആദ്യം കംപ്ലൈന്റ് ചെയ്തത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഇപ്പൊ പുതിയ വേർഷൻ കേൾക്കുന്നത് മേയർ ആയിരുന്നു ആദ്യം പോലീസിനെ വിളിച്ചു വരുത്തിയത്, അതുകൊണ്ട് അവരുടെയാണ് ആദ്യത്തെ കംപ്ലൈന്റ് എന്നുള്ളതാണ്. ആരാദ്യം കംപ്ലൈന്റ് കൊടുത്താലും ഇനി അങ്ങനെയാണെങ്കിൽ കൂടിയും ഒരു വിഷയത്തെക്കുറിച്ച് 2 വേർഷൻ വരുമ്പോൾ 2 പരാതികൾ അതിൽ നിന്ന് ഉയർന്നു വരികയാണ് എങ്കിൽ ഏറ്റവും ഫെയർ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഫാക്ട്സ് അസർട്ടൈൻ ചെയ്യണം. ഇവിടെ ഈ യദു എന്ന പേരായിട്ടുള്ള ഡ്രൈവറാണ് ഇവിടെ കുറ്റാരോപിതനായി നിൽക്കുന്നത്. അറ്റ് ദ സെയിം ടൈം അദ്ദേഹം ഉന്നയിക്കുന്നത് വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിനകത്ത് നിയമപരതയും മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്തരത്തിൽ വണ്ടി തടയുക, ട്രാഫിക് നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് സീബ്ര ക്രോസിംഗിൽ വണ്ടി പാർക്ക് ചെയ്ത് തടയുക, സൈഡ് തെറ്റി കടന്നു വന്ന് ഓവർടേക്ക് ചെയ്യുക എന്ന് മാത്രമല്ല ക്രിമിനൽ ഇൻറ്റിമിഡേഷനും സംഭവിച്ചിട്ടില്ലേ? യാത്രക്കാരൻ്റെ കയ്യിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങി ദൃശ്യം ഡിലീറ്റ് ചെയ്യുക, റീസൈക്കിൾ ബിന്നിൽ നിന്ന് പോലും ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് വ്യക്തമാകുന്നത്? ഞങ്ങൾക്ക് പ്രതികൂലമായി എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ, അത് ജനം അറിയരുത്, പോലീസ് അറിയരുത്, നാളെ ഒരു വിഷയം വരികയാണെങ്കിൽ അവർ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. പിന്നെ ഇവിടെ മേയർ മാത്രമല്ല, ഇവിടെ MLAയും ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ നിയമത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തിട്ടില്ലേ? നിയമസഭാ സാമാജികനോ കോർപ്പറേഷൻ സാമാജികയോ ഒക്കെ ആണെങ്കിലും അവർ സർക്കാർ അല്ലല്ലോ ശ്രീവിനു. ഇവരൊക്കെ ജനപ്രതിനിധികളാണ്. ഒരു പാർലമെന്ററി വ്യവസ്ഥയുടെ ഏറ്റവും മൗലികമായിട്ടുള്ള ഒരു സങ്കല്പനമാണ് സർക്കാരും ജനപ്രതിനിധികളും രണ്ടും രണ്ടാണ്. ഈ സച്ചിൻ ദേവ് എന്ന് പറയുന്ന നിയമസഭാ സാമാജികൻ നിയമനിർമ്മാണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിയമസഭയിൽ ഇരിക്കുന്നത്. സർക്കാരിന് വിനിയോഗിക്കാൻ കഴിയുന്ന, മോട്ടോർ വാഹന വകുപ്പിന് വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു അധികാരവും അദ്ദേഹത്തിന് ഇല്ല എന്നിരിക്കെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി അല്ലായിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുദ്ദേശത്തിലാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ട് KSRTC ബസ്സിൽ കടന്നു കയറി അദ്ദേഹത്തിന് ഇറ്റ്സ് ക്രിമിനൽ ട്രസ്പാസ് അല്ലേ? പിന്നെ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ അല്ലേ? പാസഞ്ചേഴ്സിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ദൃശ്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ എന്ത് അവകാശം, എന്ത് അധികാരം, എന്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ആവശ്യം ഉയർത്തി? പിന്നെ പാവപ്പെട്ട പാസഞ്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസത്തിന്റെ ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഇത്ര പ്രബലനായിട്ടുള്ള മേയറും ഭർത്താവും വന്ന് കയറി ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്നത്. അവർ പരാജയപ്പെട്ടു പോയിരിക്കാം, അവർക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞെന്നിരിക്കില്ല. പക്ഷേ ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് പല തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസ് ഇവരുടെ 2 പേരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ നഗ്ന നേതൃത്വത്തിന് മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. ഇത് ഇൻറ്റിമിഡേഷൻ ഉണ്ട്, ട്രസ്പാസ് ഉണ്ട്. വാഹനത്തിൽ ടിക്കറ്റ് എടുക്കാതെ ഒരു വ്യക്തി കടന്നു കയറി പാസഞ്ചേഴ്സിനെ ഒഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്ത് അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? പിന്നെ എന്ത് ക്രിമിനൽ കുറ്റമാണ് ഇവർ തടഞ്ഞത്? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോപണം എന്നത് വൃത്തികെട്ട എന്തോ ചേഷ്ട കാണിച്ചു എന്നുള്ളതാണ്. ആ കുറ്റകൃത്യം സംഭവിച്ചു കഴിഞ്ഞില്ലേ? അത് സംബന്ധിച്ച് വസ്തുതാപരമായിട്ട് അന്വേഷണം നടക്കട്ടെ. പക്ഷെ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് കുറ്റകൃത്യം തടയപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്? ഇവിടെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു ആരോപണം വരികയുണ്ടായി. ലഹരി അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് മെഡിക്കൽ പരിശോധനയിൽ തെളിഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ ഇവിടെ ആരാണ് ലഹരി ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഇവിടെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, അധികാരത്തിന്റെ ലഹരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ അധികാരത്തിന്റെ തങ്ങൾ ബാക്കിയുള്ളവരെക്കാട്ടിലും 10 പടി മുൻപിലാണ് എന്നുള്ള ആ ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇത്തരത്തിലൊരു സംഭവം, ഒരു ക്ലാഷ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ CCTV ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായത്? പോലീസിനെന്താ സാമാന്യ ബോധമില്ലേ? ഒരു ബസ്സിനകത്ത് അവിടെ CCTV ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നിരിക്കെ ഇത് കസ്റ്റഡിയിൽ എടുക്കേണ്ടതും ഇത് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടുന്നതും പോലീസിന്റെ ഉത്തരവാദിത്വമല്ലേ? ഇത് സീൻ ഓഫ് ക്രൈം അല്ലേ? ചേഷ്ട കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ബസ്സിനകത്തിരുന്നല്ലേ ഡ്രൈവർ കാണിച്ചത്? ആ സീൻ ഓഫ് ക്രൈമിൽ അവിടെ ഒരു സർവെയിലൻസ് ക്യാമറ ഉണ്ടെങ്കിൽ ആ സർവെയിലൻസ് ക്യാമറയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താതെ ആദ്യം ഡ്രൈവറെ ആ വാഹനത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുക, പിന്നെ ട്രിപ്പ് അടിക്കുവാൻ വേണ്ടി വാഹനം അങ്ങ് വിട്ടുകൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ ഇന്നസെന്റ് ആണ് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നിയേക്കാം. പക്ഷേ മൈൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ മെമ്മറി കാർഡ് അവിടെ നിന്ന് നഷ്ടപ്പെടുവാനുള്ള വഴിയൊരുക്കിയാണ് പോലീസ് ചെയ്തത്.